മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ പ്രവർത്തകരെ തെരുവിലിറക്കി വി.ഡി. സതീശൻ ഗ്രൂപ്പ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനായി പ്രവർത്തകരെ തെരുവിലിറക്കി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുവാൻ വി.ഡി. സതീശൻ ഗ്രൂപ്പ്. കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ സതീശൻ അനുകൂലികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം സഭയിലും പുറത്തും സർക്കാരിനെതിരെ മികച്ച പോരാട്ടം നയിച്ച വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. കേരളത്തിന്റെ നായകൻ സതീശൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ജനവിധി അവസാന വാക്കല്ലെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നേറുമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് ജനാധിപത്യപരമായ രീതിയിൽ തുറന്ന പരിശോധന നടത്തും. താഴെത്തട്ടിലുള്ള സഖാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും വിമർശനങ്ങളും ആശങ്കകളും ഗൗരവമായി പരിഗണിക്കും. കഴിഞ്ഞ 2 LDF സർക്കാരുകൾ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിഭാഗവും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് നടത്തിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സഭയിലെ 292 അംഗങ്ങളിൽ 170 പേർ തങ്ങൾക്കെതിരെ ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകം, വധശ്രമം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയാണ് ഇതിൽ ഭൂരിഭാഗവും. 2 പേർ ബലാത്സംഗ കേസുകളിലും പ്രതികളാണ്. തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയിയുടെ പാർട്ടി തമിഴ്നാട് വെട്രി കഴകത്തിന് അവസരം നൽകണമെന്നും ഇതിന് വിരുദ്ധമായ ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും CPI തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി M. വീരപാണ്ഡ്യൻ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് TVK. അതിനാൽ പാർട്ടി നേതാവ് C. ജോസഫ് വിജയിക്ക് സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ഉടൻ അവസരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. AICC നിരീക്ഷകരുമായുള്ള MLA-മാരുടെ കൂടിക്കാഴ്ചയെ തുടർന്ന് കണക്കിൽ അവകാശവാദങ്ങളുമായി ഗ്രൂപ്പുകൾ രംഗത്തെത്തി. KC വേണുഗോപാലിന് 40-ലധികം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന വാദത്തെ തള്ളിക്കൊണ്ട് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ രംഗത്തെത്തി. തങ്ങൾക്ക് 35 പേരുടെ പിന്തുണയുണ്ടെന്നും KC പക്ഷത്തിന്റെ വാദം തെറ്റാണെന്നുമാണ് വി.ഡി. സതീശൻ പക്ഷത്തിന്റെ വാദം. 23 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരും പറയുന്നു. ബീഹാറിൽ JDU അധ്യക്ഷൻ നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ ഉൾപ്പെടെ 31 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. വ്യാഴാഴ്ച ഗാന്ധി മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP, JDU, LJP, RV, HAM, RLM എന്നീ 5 NDA കക്ഷികളിൽ നിന്നുള്ള പ്രതിനിധികൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശി സുനിതയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ദീപക് കൃഷ്ണൻ പിടിയിൽ. കന്യാകുമാരിയിൽ നിന്നാണ് പ്രതിയെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെരുവുനായ ഷെൽട്ടർ ഹോമിൽ മറ്റ് 2 യുവതികൾക്കൊപ്പം ജോലിക്കെത്തിയ സുനിതയെ ലൈംഗികമായി അതിക്രമിക്കാൻ ദീപക് ശ്രമിച്ചു. എന്നാൽ യുവതി തടഞ്ഞപ്പോഴാണ് അതിക്രൂരമായി പ്രതി യുവതിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫ് അന്തരിച്ചു. അസുഖബാധിതനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പയ്യാവൂരിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. KPCC ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കൊല്ലത്തെ നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിന്റെ ശ്രമം പാളുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ബിന്ദു കൃഷ്ണ നടന്നു വരുന്നതാണ് വീഡിയോയിൽ ആദ്യം കാണുന്നത്. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് മുന്നോട്ട് നീങ്ങിയ ബിന്ദു കൃഷ്ണ സൗഹൃദപൂർവ്വം കൈകൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അവരെ ബലമായി ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ തള്ളി മാറ്റുന്നതും വീഡിയോയിൽ കാണാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഏറ്റവും സുരക്ഷിതമല്ലാത്ത നഗരമായി ഡൽഹി മാറിയെന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ കണക്കുകൾ. 2024 കണക്കനുസരിച്ച് രാജ്യത്തെ 19 മെട്രോ നഗരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിലാണ്. 1058 ബലാത്സംഗ കേസുകളും 3974 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു.
ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.